ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീക്കണം. ഇന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്മ മലയ്ക്ക് പോയതുകൊണ്ട് നമുക്ക് നൂലുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് അടിച്ചു വാരി ഇനി ഈ റൂമൊന്ന് തുടച്ചിട്ട് നമുക്ക് വിളക്ക് കൊളുത്തേണ്ടതാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാം വിളക്കൊളുത്തി കഴിയേണ്ടതാണ്. 5:30 ആകുമ്പോൾ കേട്ടോ. നമ്മൾ 6 മണിക്കാട്ടോ എണീറ്റത്. അപ്പം തന്നെ അമ്മായി താഴത്തുനിന്ന് ഇങ്ങനെ വിളിക്കണ്ടായിരുന്നു, വിളക്ക് വെച്ചില്ലേ ചോദിച്ചിട്ട്. നമ്മളപ്പം പേടിച്ച് വേഗം ചീത്ത പറയില്ലേ, അല്ലെങ്കിൽ മലയ്ക്ക് പോയാൽ പിന്നെ നമ്മൾ വീട്ടിലുള്ളവരല്ലേ നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ആ റൂം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ട് ഞാൻ വിളക്ക് കൊളുത്തിട്ടോ. ബാക്കി ഹാളൊക്കെ ചേച്ചിയാണ് തുടച്ചത് കേട്ടോ. മുറ്റടിച്ചോറും തളിച്ചതൊക്കെ ചേച്ചിയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വെച്ചിട്ടോ. വിളക്ക് വെച്ചിട്ട് നമ്മൾ വെള്ളം കൊണ്ടുവരണം. നമുക്ക് എന്താ പറയുക, വിളക്ക് വെച്ചപ്പോൾ തന്നെ സമാധാനമായി. പിന്നെ നമുക്ക് എന്ത് പണിയും ആക്കം പോലെ പതുക്കെടുത്താൽ മതിയല്ലോ, അതൊന്നും പ്രശ്നമല്ല കേട്ടോ. പിന്നെ നമ്മൾ പുതപ്പും പായൊക്കെ ഒരു കസേരയിൽ അപ്പം അങ്ങനെ മടക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ വെള്ളത്തിന് പോയി. കുളി കഴിഞ്ഞിട്ട് കേട്ടോ വെള്ളം കൊണ്ടുവരിക. നമ്മൾ വെള്ളം അരിച്ചിട്ടാട്ടോ എടുക്കുന്നത്. കാരണം മരങ്ങളൊക്കെ ഉണ്ടാകുകൊണ്ട്, പിന്നെ കിണറിൽ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെടിയല്ല, അപ്പം അതിൻ്റെ ഇതൊക്കെ ചാടില്ല. അപ്പം ഞങ്ങളൊരു ഷാൾ വെച്ചിട്ട് അരിച്ചിട്ടാട്ടോ വെള്ളം എടുക്കൽ. എന്നിട്ട് നമ്മൾ തുടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗ്യാസിലൊക്കെ ഇങ്ങനെ വെള്ളം തളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് നമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടോ. ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ കുട്ടീനോടൊന്നും ചോദിക്കണം ഏതപ്പം വേണ്ട ചോദിച്ചപ്പോൾ ഉള്ളിനോട് സാധാ അപ്പം മതിയാണ്. അപ്പം ഞാൻ അവൾക്ക് നൂലപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടോ. പാവം, കുഴപ്പമൊന്നുമില്ല, അവൾ കഴിച്ചിട്ടോ. അപ്പം നൂലപ്പത്തിനില്ല പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് കേട്ടോ. എന്നിട്ടത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ചുട്ടെടുത്തിട്ട് നമ്മൾ കുറച്ച് സ്വാമിക്ക് എടുത്ത് വയ്ക്കും കേട്ടോ. മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചായ കുടിക്കുക. അപ്പോൾ ഞാനും കുട്ടിയും ചായ കുടിക്കാൻ, ബാക്കിയുള്ളവർ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഞാനും അവളിങ്ങനെ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അമ്മായി വന്നു കേട്ടോ. അമ്മേൻ്റെ കെട്ടുനിറക്ക് വന്നതായിരുന്നു. അപ്പോൾ അമ്മായി പോവുകയാണെന്ന് പറയാൻ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മായിയൊക്കെ പോയി. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ ചേമ്പും തണ്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വെട്ടിമുറിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു തണ്ട് പോരാ, ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒരു തണ്ടും കൂടി എടുത്തു. അപ്പോൾ അപ്പുറത്തെ അയൽവാസി അമ്മ എപ്പോഴാണ് വരിക, എന്താ വിളിച്ചോന്നൊക്കെ ചോദിച്ചിട്ടോ. നമ്മളങ്ങനെ അപ്പുറത്തൊക്കെ വർത്താനം പറയും കേട്ടോ. പിന്നെ ഒരു മുറത്തിലത് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ തൊലി ഇങ്ങനെ ചീന്തി എടുക്കണം കേട്ടോ. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ തൊലി ഇങ്ങനെ എടുക്കാം. അത് നല്ല രസമാട്ടോ. നമുക്കിങ്ങനെ സന്തോഷം തോന്നും, ഒരു സമാധാനം, ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ ആ സംഭവം തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി വരുന്നത് ചുരണ്ടി കളഞ്ഞിട്ട്. അപ്പോൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാളികേരം വേണം കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ പൊട്ടിച്ചു. നമ്മൾ ഇടിമുട്ടില്ല, അതിൻ്റെ ആ മുട്ടി കൊണ്ടാട്ടോ പൊട്ടിച്ചത്. കത്തി കൊണ്ട് പൊട്ടിച്ച് ചിലപ്പോൾ കത്തി പൊട്ടും. പിന്നെ നാളികേരം കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുത്തു. ഓളാണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോവാൻ റെഡി ആയി നിൽക്കുക കേട്ടോ. അപ്പോൾ നാളികേരം മുറിച്ചിട്ട് അതിൻ്റെ ഒരു മുറി തേങ്ങയും കൊണ്ട് ആ ഒരു മുറി ഭാഗം കൊണ്ട് നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടോ. അതിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി കൂട്ടിയിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാർക്കാൻ നിന്നു. വാർക്കലൊക്കെ ഞാൻ മറന്നു കേട്ടോ. എങ്ങനെയൊക്കെ വാർത്തെടുത്തു, കയ്യിലൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വാർത്ത അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് ചീര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ നല്ലത് നോക്കി എടുത്ത് വന്നപ്പോഴേക്കും ഒരിത്തിരി ചീര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത്ര മതിയെന്ന് കരുതി. ഞാനും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് മതി പറഞ്ഞിട്ട് നല്ലത് നോക്കി എടുത്തിട്ട് പാത്രത്തിലേക്ക് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കുട്ടിയുടെ വക പോകാൻ നേരത്തെ ഡ്രസ്സൊക്കെ ഇട്ട വക ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടു ഞാൻ കേട്ടോ. പിന്നെ കുറച്ച് നേരം TV കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കയ്പ്പക്കുപ്പേരി ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടോ. അത് ഭയങ്കര രസമാണ്. പിന്നെ ചീരപ്പേരിയും വെച്ചിട്ടോ. അപ്പോൾ ഒരു 2 മണി 2:30 ആയപ്പോൾ ചേച്ചി വരട്ടേന്ന് ഇതിരിക്കുകയായിരുന്നു ചോറിനാൻ വേണ്ടി. പക്ഷേ ചേച്ചീനെ വിളിച്ചപ്പോൾ ചേച്ചി ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ട് കേട്ടോ. സ്വാമിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടോ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് ഞാൻ നല്ലപോലെ കഴിച്ചിട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരി ചാണകം വീഴ കേട്ടോ. അകത്തെല്ലാം അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തടിച്ച് വാരി ചാണകം ഇങ്ങനെ തളിച്ചിട്ട് ഞാൻ തോട്ട് പോയി തിരുമ്പി കുളിച്ച് വന്നിട്ട് അമ്പലത്തിൽ പോയപ്പോൾ നേരെ വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് നമ്മൾ രാത്രിക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. ചായ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഞാനൊന്ന് ഡ്രസ്സ് മാറി വന്നിട്ടോ. എന്നിട്ട് ഉപ്പുമാവ് റവ ഉപ്പുമാവല്ല അതായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് റവ വറുത്ത് പിന്നെ മാറ്റി വെച്ചിട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകും വേപ്പിൻ്റെ ഇലയും പിന്നെ ചെറിയ ഉള്ളിയും
ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ റവ ഇളക്കി വേവിച്ചെടുക്കാണ്ട ചെയ്യൽ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ടി വി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ടി വിയിൽ ചേച്ചി പറഞ്ഞ ഏറമുണ്ട്, നമുക്കത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈം ആയപ്പോഴേക്ക് വേഗം എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ, കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോൾ ഏറമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചായ കുടിച്ച് ടി വി ഒക്കെ കണ്ട് ഓരോ വർത്താനം പറഞ്ഞിട്ട് ഇനി കിടക്കും കേട്ടോ, അധികം നേരം ഇരിക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.